ഹലോ ഡിയേഴ്സ്, അങ്ങനെ നമ്മൾ 7ാം ക്ലാസ് കഴിഞ്ഞ് 8ാം ക്ലാസ്സിലേക്ക് വരികയാണ്. 8ാം ക്ലാസ്സിൽ മാത്സിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് പഠിക്കാനുള്ളത് 10 ചാപ്റ്ററുകളായിരുന്നു കഴിഞ്ഞ അക്കാഡമിക്കുള്ളത്. എന്നാൽ ഈ വർഷം എത്ര ചാപ്റ്റേഴ്സ് ആണെന്നുള്ളതൊക്കെ നമ്മൾ അറിയാൻ പോകുന്നതേ ഉള്ളൂ. കാരണം 8ാം ക്ലാസ്സിലെ സിലബസ് ഒക്കെ മാറി വരികയാണ് അല്ലേ. പുതിയ ടെക്സ്റ്റ് ബുക്ക് ഒക്കെ വരുന്ന ഒരു അക്കാഡമിക് ഇയർ ആണ്. എന്നാലും നമ്മുടെ മുന്നിലുള്ള കുറച്ച് റിയാലിറ്റീസ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. 40 മാർക്കിൻ്റെ എക്സാമാണ് 8ാം ക്ലാസ്സിൽ നിങ്ങൾക്ക് എഴുതാനുള്ളത്. മാത്സിൽ 40 മാർക്സിൻ്റെ എക്സാമാണ്. അതിൽ 36 മാർക്സ് ആണ് നമുക്ക് A+ കിട്ടാൻ വേണ്ടത്. പക്ഷേ നമ്മൾ വെക്കേണ്ട ഗോൾ എന്ന് പറയുന്നത് 40 ഔട്ട് ഓഫ് 40 എന്നുള്ളത് തന്നെയായിരിക്കണം. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് എത്രയും പെട്ടെന്ന് തന്നെ സൈലത്തിൻ്റെ യോദ്ധ ബാച്ചിൽ അഡ്മിഷൻ എടുക്കുക എന്നുള്ളതാണ്. നമുക്ക് 8ാം ക്ലാസ്സിലാണ് NMMS എന്ന് പറയുന്ന സ്കോളർഷിപ്പ് എക്സാമും എഴുതാനുള്ളത്. അപ്പോൾ നമ്മളുടെ ബോർഡ് എക്സാമിനേഷൻ്റെ, അതായത് നമ്മളുടെ ആനുവൽ എക്സാമിൻ്റെ പ്രിപ്പറേഷനും അതുപോലെ തന്നെ NMMSൻ്റെ പ്രിപ്പറേഷനും നമുക്ക് ഒരുമിച്ച് കൊണ്ടുപോകേണ്ടതുണ്ട്. അപ്പോൾ അതിനൊക്കെ നിങ്ങൾക്ക് ഏറ്റവും എഫക്റ്റീവായിട്ട് പഠിക്കാൻ സഹായകരമായിട്ടുള്ള രീതിയിലാണ് സൈലത്തിൻ്റെ യോദ്ധ ബാച്ചിലെ ക്ലാസ്സുകൾ നമ്മൾ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. നമുക്ക് യോദ്ധ ബാച്ചിൽ ദിവസേനയുള്ള ലൈവ് ക്ലാസ്സുകളിലൂടെയാണ് നമ്മൾ മുഴുവൻ സിലബസും പഠിക്കാൻ പോകുന്നത്. അതുമാത്രമല്ല, നിങ്ങൾക്ക് റെഫർ ചെയ്യാനായിട്ട് നമ്മളുടെ ഓരോ ചാപ്റ്ററിലെയും ഓരോ ടോപ്പിക്കുകളും സൈലം നിങ്ങൾക്കായിട്ട് റെക്കോർഡഡ് ആയിട്ട് കൂടെ നമ്മുടെ ആപ്പിനകത്ത് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഇനി നിങ്ങൾക്ക് നാളെ ഒരു എക്സാം ഉണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെ ഒരു എക്സാം ഉള്ള സമയത്ത് നിങ്ങൾ തലേ ദിവസം ഇരുന്ന് മുഴുവൻ ക്ലാസ്സും കാണേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് റെഫർ ചെയ്യാനായിട്ട് നോട്ട്സും സ്ലൈഡുകളും എല്ലാം നമ്മുടെ ആപ്പിനകത്ത് അവൈലബിൾ ആയിരിക്കും. ഒരു ക്ലാസ് കണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ആ സംശയം നിങ്ങൾക്ക് ആപ്പ് ഉപയോഗിച്ച് തന്നെ ഡൗട്ട് ക്ലിയറൻസിലൂടെ പരിഹരിക്കാവുന്നതാണ്. അതുമാത്രമല്ല, ഒരു ചാപ്റ്റർ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ആ ചാപ്റ്ററിൻ്റെ യൂണിറ്റ് ടെസ്റ്റ് സൈലം കണ്ടക്ട് ചെയ്യും. അതുമാത്രമല്ല, ആ യൂണിറ്റ് ടെസ്റ്റിന് ശേഷം നമ്മൾ ആ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ആൻസർ കീ കൂടെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ആ ആൻസർ കീ ഡിസ്കഷൻ നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് ഒരു എക്സാം എങ്ങനെയാണ് ഫേസ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് എക്സാമിൽ വരുന്ന ഓരോ ക്വസ്റ്റ്യൻസിനും ആൻസർ എഴുതേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങളെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് തന്നെ കൃത്യമായി എക്സ്പ്ലെയിൻ ചെയ്തു തരും. ഇനി കേരളത്തിലെ ഏതൊരു സാധാരണക്കാരനും എഫോർഡ് ചെയ്യാൻ പറ്റുന്ന അത്രയും ലിമിറ്റഡ് ആയിട്ടുള്ള അത്രയും ചെറിയൊരു ഫീസിലാണ് സൈലം നിങ്ങൾക്ക് യോദ്ധ ബാച്ചിലെ ക്ലാസ്സുകൾ നിങ്ങളുടെ മുന്നിൽ തുറന്നു വെച്ചിട്ടുള്ളത്. സോ ഇത്രയും പെട്ടെന്ന് തന്നെ മക്കൾ സൈലത്തിൻ്റെ യോദ്ധ ബാച്ചിൽ ജോയിൻ ചെയ്യണം എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. കാരണം നമുക്ക് ഈ ഒരു അക്കാഡമിക്കിൽ NMMS സ്കോളർഷിപ്പിലൂടെ 48,000 രൂപ കൂടെ നേടിയെടുക്കേണ്ടതുണ്ട്. ഓരോ വർഷവും NMMSൻ്റെ കട്ട് ഓഫ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഞാൻ പറയുന്നു, യോദ്ധ ബാച്ചിലുള്ള സ്റ്റുഡൻ്റ് ആണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് NMMSും ക്രാക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഏറ്റവും അടിപൊളിയായിട്ട് ഈ ഒരു അക്കാഡമിക് ഇയർ മുഴുവനായും നമുക്ക് പഠിക്കേണ്ടതുണ്ട്. 8ാം ക്ലാസ്സിൽ എല്ലാ വിഷയങ്ങളിലും ഫുൾ മാർക്കോട് കൂടി തന്നെ നമുക്ക് ഫുൾ A+ സ്വന്തമാക്കണം. അങ്ങനെ ഫുൾ കോൺഫിഡൻസിലായിരിക്കണം നമ്മൾ 9ാം ക്ലാസ്സിലേക്ക് പോകേണ്ടത്. അതിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന സൈലത്തിൻ്റെ യോദ്ധ ബാച്ചിലേക്ക് എത്രയും പെട്ടെന്ന് അഡ്മിഷൻ എടുക്കാൻ നമുക്ക് അടിപൊളിയായിട്ട് ഈ ഒരു അക്കാഡമിക് ഇയർ മുഴുവൻ പഠിക്കാം.